കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് യാത്രയും വളരെ പ്രധാനപ്പെട്ട യാത്ര വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഇന്ന് കാസർഗോഡ് പര്യടനം തുടരുകയാണ്. ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ ഇന്ന് സ്വീകരണമുണ്ട്. ഉദുമ മണ്ഡലത്തിലാണ് ആദ്യ സ്വീകരണം. കേരളത്തെ വീണ്ടെടുക്കാൻ UDF എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള യാത്ര മഞ്ചേശ്വരം മണ്ഡലത്തിലെ കുമ്പളയിൽ നിന്നാണ് ആരംഭിച്ചത്. KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്ത ജാഥ മാർച്ച് 6-ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ മഹാറാലിയോടെ സമാപിക്കും. തെരഞ്ഞെടുപ്പിന് പ്രവർത്തകരെ സജ്ജരാക്കുക എന്നതാണ് ജാഥയിലൂടെ ലക്ഷ്യമിടുന്നത്. KV ബൈജു വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതു ജീവൻ വേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. തെരഞ്ഞെടുപ്പാണ്, അധികാരം തിരിച്ചുപിടിക്കുക എന്ന വലിയ ലക്ഷ്യം. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമുണ്ട്. നേതാക്കളെല്ലാം ഈ യാത്രയുടെ ഭാഗമാകുന്നുണ്ടല്ലോ. വലിയ ആവേശത്തിലാണോ UDF പ്രവർത്തകർ? തീർച്ചയായും രഞ്ജിത്തെ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, പ്രധാനമായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടം എന്നൊക്കെ പറയാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വലിയ സജ്ജീകരണങ്ങളോടുകൂടിയാണ് പുതുയുഗ യാത്ര കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. തിരുവനന്തപുരം പുത്തരക്കണ്ടം മൈതാനിയാണ് ഈ സമാപനം എന്ന് പറയുമ്പോഴും അത് ഇന്നലെ വി ഡി സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ നിന്നും നേരെ സെക്രട്ടേറിയറ്റിലേക്കാണ് എന്നത് കൃത്യമായി അവർ പറയുന്നുണ്ട്. അതായത് ഭരണം പിടിച്ചെടുക്കുക, അത് തന്നെയാണ് ജാഥയിലൂടെ ലക്ഷ്യമിടുന്നത്. അതിന് ഈ നേതാക്കളുടെയും അതുപോലെ തന്നെ പ്രവർത്തകരുടെയും ഒരു കൂട്ടായ്മ, ഐക്യത്തോടുകൂടി മുന്നോട്ട് പോവുക, അതാണ് ജാഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം സംസ്ഥാന സർക്കാരിനെതിരെ കൃത്യമായ ഓരോ വിമർശനങ്ങളും എണ്ണി പറയുന്ന സാഹചര്യമാണ്. ഘടകകക്ഷി നേതാക്കളെല്ലാം തന്നെ പങ്കെടുത്തു. മാത്രമല്ല CK ജാനു, PV അൻവർ തുടങ്ങിയ പുതുതായി UDFിലേക്ക് വന്ന അവർ കൂടി ഈ ജാഥയുടെ ഭാഗമായി എന്നതാണ് പ്രധാനം. എന്തായാലും കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ വലിയ ആവേശത്തോടു കൂടിയാണ് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് നിന്നും ജാഥ പുറപ്പെട്ടിട്ടുള്ളത്. രാവിലെ ഈ ഇടതുപക്ഷത്തിന്റെ ഒരു ജാഥ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് MP ഗോവിന്ദൻ നയിക്കുന്ന ജാഥ പുറപ്പെട്ടത്. ആ ജാഥയിൽ രാവിലെ പൗരപ്രമുഖരുമായിരുന്നു രാവിലെ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നത്. പക്ഷേ വി ഡി സതീശൻ പറയുന്നത് പൗരപ്രമുഖരായുള്ള ഒരു കൂടിക്കാഴ്ചയല്ല, സാധാരണക്കാരായുള്ള അവരുടെയുമായുള്ള ഒരു കൂടിക്കാഴ്ച. അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തതായി 10 മണിക്ക് ഉദുമയിലാണ് ആദ്യ സ്വീകരണം. വലിയ തോതിലുള്ള പരിപാടികൾ ഈ കേന്ദ്രങ്ങളിലൊന്നുമില്ല, ഒരു സ്വീകരണം മാത്രമാണ്. അങ്ങനെ ജാഥ കടന്നു പോകുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ദിവസം 5 മണ്ഡലം എന്ന രീതിയിലാണ് പ്രധാനമായി ഉള്ളത്. അത് കഴിഞ്ഞാൽ കാഞ്ഞങ്ങാടും പിന്നീട് തൃക്കരിപ്പൂരും. ഇന്ന് തൃക്കരിപ്പൂർ കാസർഗോഡ് ജില്ലയിൽ തന്നെയാണ് പര്യടനം. കാസർഗോഡ് ജില്ലയിൽ ജാഥ പര്യടനം ഇന്ന് പൂർത്തിയാക്കി. നാളെ ഈ ജാഥ ഉണ്ടാകില്ല, കാരണം സമസ്തയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സമ്മേളനം നടക്കുന്നുണ്ട്. അതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ 3 മുഖ്യമന്ത്രിമാർ, അതായത് തമിഴ്നാട്, കർണാടക, കേരള മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്നു. അതോടൊപ്പം സംസ്ഥാനത്തെ മന്ത്രിമാർ പങ്കെടുക്കുന്നു. ആ ചടങ്ങിൽ കൂടി വി ഡി സതീശൻ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വലിയ തോതിൽ എല്ലാ മേഖലകളിലും UDFിന്റെ സാന്നിധ്യം എത്തിക്കുക എന്നത് തന്നെയാണ് ജാഥയിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്തായാലും KC വേണുഗോപാലാണ് ജാഥ ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം വ്യക്തമാക്കിയത് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകണം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവസരമുണ്ടായാൽ അത് വലിയ തോതിൽ ബാധിക്കും. ഇത്തവണ ഭരണം പിടിക്കുക എന്നതിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചത്. എന്തായാലും വലിയ തിരക്ക് തന്നെയായിരുന്നു, വലിയ ആൾക്കൂട്ടം തന്നെയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്ന കാര്യത്തിൽ സംശയമില്ല. കുമ്പളയെ ഇളക്കി മറിച്ചുകൊണ്ടാണ് ഈ പൊതുയുഗ യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഓരോ കേന്ദ്രങ്ങളിലും ഈ ഘടകകക്ഷി നേതാക്കളും അതുപോലെ തന്നെ സംസ്ഥാന നേതാക്കളും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ജാഥയുടെ ആദ്യ പര്യടനം, ആദ്യ സ്വീകരണം ഉദുമയിൽ അല്പസമയത്തിനകം നടക്കും. ശരി, KV ബൈജു വിവരങ്ങൾ പങ്കുവച്ചു. ഇന്നലെയാണ് നടൻ മണിയമ്പിള്ള രാജു സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുകയും 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. ഈ അപകടം നടന്ന സമയം മുതൽ പോലീസിൻ്റെ ചില വീഴ്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് അത് അക്കമിട്ട് നിരത്തിയ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ഈ നടൻ പറഞ്ഞത്, പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്, ഈ അപകടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താൻ പോലീസിനെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും പോലീസ് ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് നടത്തുന്നത് രാവിലെയാണ് എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നു. രാവിലെയാണ് നടൻ ഹാജരാകുന്നത്. ഏതാണ്ട് 14 മണിക്കൂർ കഴിഞ്ഞു. വൈദ്യപരിശോധന അടക്കം ആ സമയത്താണ് നടത്താൻ സാധിച്ചത്. അത് പോലീസിൻ്റെ ഭാഗത്തുള്ള ഒരു വീഴ്ചയാണ് എന്നാണ് ആരോപണം ഉയർന്നത്. പക്ഷേ പോലീസ് പറയുന്നത് ആ ദിവസം തന്നെ, ഈ സംഭവം നടന്ന സമയത്ത് തന്നെ താങ്കൾ മണിയമ്പിള്ള രാജുവിൻ്റെ വീട്ടിലെത്തി, ജവഹർ നഗറിലെ വീട്ടിലെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു. പക്ഷേ മണിയമ്പിള്ള രാജു അവിടെ ഉണ്ടായിരുന്നില്ല. മറ്റൊന്ന്, ഇങ്ങനെ ഹിറ്റ് ആൻഡ് റൺ കേസുമായി ബന്ധപ്പെട്ട് രാത്രിയിൽ അറസ്റ്റിൻ്റെ ഒന്നും ഒരു സാഹചര്യമില്ല, അതിൻ്റെ ആവശ്യം ഉണ്ടാകാറില്ല. പിന്നീട് ഇയാളുടെ ബന്ധുവീട്ടിലേക്ക് മാറി നിൽക്കുകയായിരുന്നു മണിയമ്പിള്ള രാജു. രാവിലെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. രാവിലെയാണ് കണ്ടെത്താൻ സാധിച്ചത് എന്നുള്ളതാണ്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിനുള്ളിൽ തന്നെ ഒരു ആഭ്യന്തര അന്വേഷണം DCP വിനോദിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപകടമുണ്ടായ സമയം മുതലുള്ള പോലീസ് നടപടികൾ അന്വേഷിക്കും. സ്പെഷ്യൽ ബ്രാഞ്ചും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഒപ്പം മണിയമ്പിള്ള രാജു മദ്യപിച്ചോ എന്നറിയാൻ രക്തസാമ്പിളിന്റെ പരിശോധന
അത് കാത്തിരിക്കുകയാണ് പോലീസ് എന്നാണ് മനസ്സിലാകുന്നത്. വലിയ വിമർശനങ്ങൾക്കിടയാക്കിയ ഒരു സംഭവമാണ് ഇത്. കാരണം രാജു അപകടം നടന്ന ശേഷം വളരെ പെട്ടെന്ന് കാറിൽ അവിടെ നിർത്താതെ തിരിച്ചു പോയി എന്നുള്ളത് ഒരു പ്രശ്നമായിരുന്നു. അതിൻ്റെയൊക്കെ വിശദീകരണം ഇന്നലെ രാജുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുകയാണ്. സാരംഗ്, പോലീസിൻ്റെ ഒരു ആഭ്യന്തര അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ എന്തെങ്കിലും കണ്ടെത്തലുകളുണ്ടോ? പോലീസ് വീഴ്ച പറ്റിയിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ? രജിത, തീർച്ചയായും. കാരണം ഈ ഒരു വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നൊരു നിലപാട് തന്നെയാണ് നിലവിലുള്ളത്. എന്നാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം, അതായത് ആഭ്യന്തര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. DCP വിനോദിനാണ് അന്വേഷണ ചുമതലയുള്ളത്. അതായത് ഈ ഒരു കേസിൽ 12 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് രക്തപരിശോധനയ്ക്കുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയതും ഒപ്പം ഈ ഒരു രാജുവിലേക്ക് എത്താനടക്കമുണ്ടായ കാലതാമസവും രാത്രി രാജുവിന് പിന്നെ വാഹനം കണ്ടെത്താനുള്ള അത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നില്ല എന്നൊരു വിമർശനം ഉയർന്നിരുന്നു. ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാവുക. മാത്രമല്ല, കാർ കണ്ടെത്തിയില്ലെന്നും വീട് പൂട്ടിയിരിക്കുകയാണെന്നായിരുന്നു ആ സമയത്ത് പോലീസിന്റെ വിശദീകരണം. അതായത് 2 തവണ വീട്ടിലേക്ക് ചെന്നു എന്നും ആ സമയത്ത് മണിയമ്പിള്ള രാജു വീട്ടിലില്ലായിരുന്നു എന്നടക്കമുള്ള പോലീസിന്റെ വിശദീകരണമുണ്ട്. ആ സമയത്ത് മണിയമ്പിള്ള രാജു ബന്ധു വീട്ടിലേക്ക് മാറിയിരുന്നു. ഇത്തരത്തിലൊരു സാഹചര്യം, അതായത് ഈ ഒരു അപകടം ഉണ്ടാകുന്നു ഈ ഒരു 12 മണിക്കൂർ, അതായത് രക്തപരിശോധനയ്ക്കുള്ള ഒരു സാധ്യത, അതിലെ ഫലം മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള ഒരു സാഹചര്യം ഒരുക്കി നൽകിയത് പോലീസിന്റെ ഒരു വീഴ്ചയാണോ എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. പിന്നെ അതിൽ മറ്റു ഒരു വലിയ കാര്യം പറയുന്നത് ഇത്തരത്തിൽ ഈ ഒരു രക്തപരിശോധനയുടെ ഫലം അത് ഇനിയും എത്താൻ വൈകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ കൃത്യമായൊരു ഫലം ലഭിക്കുകയുള്ളൂ. ആ സമയത്തിനുള്ളിൽ ഈ ഒരു പോലീസിന്റെ ഭാഗത്തുണ്ടായ വീഴ്ച കൃത്യമായി പരിശോധിക്കാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഒരു വാഹനത്തിന്റെയും, അതായത് ഈ ഒരു അപകടത്തിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോലീസ് കടക്കാൻ സാധ്യതയുണ്ട്. അതാണ് സാഹചര്യം. ഏതായാലും ഈ വിഷയത്തിൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പോലീസിന്റെ വീഴ്ച അടക്കം ആഭ്യന്തരമായി അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. താൻ ബന്ധുവീട്ടിലായിരുന്നു എന്നാണ് മണിയമ്പിള്ള രാജുവിൻ്റെ ഈ വിഷയത്തിലുള്ള വിശദീകരണം. വീട് പൂട്ടി ബന്ധുവീട്ടിലേക്ക് പോയി, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ചില സുഹൃത്തുക്കളുടെയൊക്കെ ഉപദേശപ്രകാരമാണ് ഇത് എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് പക്ഷേ അന്വേഷിച്ചിരുന്നു, അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് വിശദീകരണം. എന്തായാലും ആഭ്യന്തര അന്വേഷണമുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. മറ്റു വാർത്തയിലേക്ക് പോകണം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് സംയുക്ത പ്രസ്താവന ഇരു രാജ്യങ്ങളും പുറത്തുവിട്ടു. ഇന്ത്യക്ക് മേൽ ചുമത്തിയിരുന്ന തീരുവ ഒഴിവാക്കി. അമേരിക്കയിൽ നിന്നുള്ള നിരവധി ഉൽപ്പന്നങ്ങൾക്കും തീരുവ ഒഴിവാക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. പഴം, പച്ചക്കറി തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായും റഷ്യ ഇതുമായി ബന്ധപ്പെട്ടുള്ള. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.